Next type heat equation second type ആണ് steady state condition and non-zero boundary conditions. First problem, a rod of length L has its ends A and B maintained at 0 degrees Celsius and 100 degrees Celsius respectively until steady state condition prevail. If the change consists of raising the temperature of A to 25 degrees Celsius and reducing that of B to 75 degrees Celsius. അപ്പോൾ റോഡിൻ്റെ ലെങ്ത് എല്ലിന് തന്നിട്ടുണ്ട്. എയുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ബിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ട് വരുന്ന ടെമ്പറേച്ചറാണ് എയുടെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, ബിയുടെ ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇത് ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആൻഡ് നോൺ സീറോ ബൗണ്ടറി കണ്ടീഷൻസ്. ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഹീറ്റ് ഇക്വേഷൻ എഴുതുക. dou u by dou t is equal to c square into dou square u by dou h square. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്കറിയാം u ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ് ആണ് ആൻഡ് നോട്ട് ഓൺ ടി. അപ്പോൾ ആ കേസിൽ ടൈമിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ കേസിൽ അവിടെ ടൈം 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒറ്റ വേരിയബിളേ ഉള്ളൂ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഡോ മാറി ഡോ എന്തായിട്ട് മാറും, ഡി ആയിട്ട് മാറും. അപ്പോൾ ഡി സ്ക്വയർ യു ബൈ ഡി എച്ച് സ്ക്വയർ ഇക്കട്ട് 0. അപ്പോൾ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2 ഈസ് u equal to ax plus b. The initial conditions are h is equal to 0, u equal to 0, h is equal to L, u equal to 100. So 0 equal to b and 100 equal to Al plus 0. A equal to 100 by L. u equal to 100x by L. ഇത് റെഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ടെമ്പറേച്ചറിൻ്റെ ആൻസറാണ് u equal to 100x by L. Hence the initial condition is expressed as u of x0 equal to 100x by L. ഇനി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, u of 0t equal to 25 and u of lt is equal to 75. അപ്പോൾ നേരത്തെ പഠിപ്പിച്ചുള്ള എല്ലാ പ്രോബ്ലംസിലും നമുക്ക് ആ ടെമ്പറേച്ചറിൻ്റെ എൻഡ്സ് എന്തായിരിക്കും, രണ്ടും 0 ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് രണ്ട് എൻഡും നോൺ സീറോ ബൗണ്ടറി കണ്ടീഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം ടെമ്പറേച്ചറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. യു ഓഫ് എച്ച് ടി എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. യു ഓഫ് എച്ച് ടി ഇസ് ഈക്വൽ ടു യു എസ് എച്ച് പ്ലസ് യു ടി ഓഫ് എച്ച് ടി. യു എസ് എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എച്ച്. യു ടി എസ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻഷ്യൻ പാർട്ട് ഓഫ് എ സൊല്യൂഷനാണ്. ടൈം കൂടുന്തോറും ടെമ്പറേച്ചർ അങ്ങ് കുറയും. ഇപ്പോൾ യു എസ് എച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ് ആണെങ്കിൽ ഡി സ്ക്വയർ യു എസ് ബൈ ഡി എച്ച് സ്ക്വയർ ഇക്കട്ട് 0. ഇപ്പോൾ യു എസ് എച്ച് ഇസ് ഈക്വൽ ടു എ എച്ച് പ്ലസ് ബി. ഇപ്പോൾ യു എസ് എച്ച് ഏത് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, യു എസ് 0 എന്ന് പറഞ്ഞാൽ 25 ആണ്, യു എസ് എൽ ആണെങ്കിൽ 75 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു 25 ആൻഡ് 75 ഈക്വൽ ടു എ എൽ പ്ലസ് 25. ഇപ്പോൾ എ എൽ ഈക്വൽ ടു 50, എ ഈക്വൽ ടു 50 ബൈ എൽ. യു എസ് എച്ച് ഇസ് ഈക്വൽ ടു 50x ബൈ എൽ പ്ലസ് 25. ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തല്ലോ, യു ഓഫ് എച്ച് ടി ഇസ് യു എസ് എച്ച് പ്ലസ് യു ടി ഓഫ് എച്ച് ടി. ആ ഇക്വേഷനിൽ പുട്ട് എച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു എൽ എന്ന് കൊടുക്കുക. ഇപ്പോൾ യു ഓഫ് 0t ഇസ് ഈക്വൽ ടു യു എസ് 0 പ്ലസ് യു ടി ഓഫ് 0t. ഇപ്പോൾ യു ടി ഓഫ് 0t ഇസ് ഈക്വൽ ടു യു ഓഫ് 0t മൈനസ് യു എസ് 0. ഇപ്പോൾ 25 മൈനസ് 25 ഈക്വൽ ടു 0. യു ഓഫ് എൽ ടി ഇസ് ഈക്വൽ ടു യു എസ് എൽ പ്ലസ് യു ടി ഓഫ് എൽ ടി. യു ടി ഓഫ് എൽ ടി ഇസ് ഈക്വൽ ടു യു ഓഫ് എൽ ടി മൈനസ് യു എസ് എൽ. അപ്പോൾ 75 മൈനസ് 75 ഇസ് ഈക്വൽ ടു 0. ഇനി പുട്ട് ടി ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ യു ടി ഓഫ് എച്ച് 0 ഈക്വൽ ടു യു ഓഫ് എച്ച് 0 മൈനസ് യു എസ് എച്ച്. അപ്പോൾ 100x ബൈ എൽ മൈനസ് 50x ബൈ എൽ മൈനസ് 25. 50x ബൈ എൽ മൈനസ് 25 എന്ന് കിട്ടും. ഇനി ബൗണ്ടറി വാല്യൂസ് എല്ലാം നോൺ സീറോ ആയതുകൊണ്ട് നമ്മൾ സെയിം പ്രൊസീജിയർ നേരത്തെ നമ്മൾ ചെയ്തല്ലോ സീറോ ബൗണ്ടറി കണ്ടീഷനിൽ, അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എഴുതണം. യു ടി എച്ച് ടി ഇസ് ഈക്വൽ ടു C1 cos പി എച്ച് പ്ലസ് C2 sin പി എച്ച് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ സ്ക്വയർ പി സ്ക്വയർ ടി. ഇനി നിങ്ങളുടെ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്യുക. അത് യു ടി ഓഫ് 0t ഇക്കട്ട് 0 എന്ന് കിട്ടിയിട്ടുണ്ട്, യു ടി ഓഫ് എൽ ടി ഇക്കട്ട് 0 ഉണ്ട്, യു ടി ഓഫ് എച്ച് 0 എന്താണ് 50x ബൈ എൽ മൈനസ് 25. ഇതെല്ലാം എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ ഇപ്പോൾ കിട്ടിയ സൊല്യൂഷൻ ഉണ്ടല്ലോ ആ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ 0 ഈക്വൽ ടു C1 ഇ റേസ് ടു മൈനസ് ഇ സ്ക്വയർ പി സ്ക്വയർ ടി. ദിസ് ഇംപ്ലൈസ് എന്താണ്, C1 ഈക്വൽ ടു 0. അപ്പോൾ യു ടി ഓഫ് എച്ച് ടി ഇസ് ഈക്വൽ ടു C2 സൈൻ പി എച്ച് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ സ്ക്വയർ പി സ്ക്വയർ ഇൻറ്റു ടി. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ 0 ഈക്വൽ ടു
C2 sin PL ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ സ്ക്വയർ പി സ്ക്വയർ ടി. അപ്പോൾ C2 സീറോ ആകാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ut of x t ഈക്വൽ സീറോ ആയി പോവും. അപ്പോൾ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ C2 നോട്ട് ഈക്വൽ ടു സീറോ ആണ്. therefore the only possibility is sin PL ഈക്വൽ ടു സീറോ. PL ഈക്വൽ ടു n പൈ ആണ്. P ഈക്വൽ ടു n പൈ ബൈ എൽ where n is an integer. ut of x t is equal to C2 sin n pi x by L e raised to minus e square n square pi square by L square into t. Put C2 equal to Bn. Bn into sin n pi x by L e raised to minus e square n square pi square by L square into t. ഈ കോൺസ്റ്റൻറ്റ് മാറുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് സൊല്യൂഷൻ വരാം. അപ്പോൾ എല്ലാ സൊല്യൂഷനും കൂടെ കൺക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ സമ്മേഷൻ എഴുതണം. സിഗ്മ n is equal to 1 to infinity Bn sin n pi x by L e raised to minus e square n square pi square by L square into t. Put t equal to 0. ut of h0 equal to sigma n is equal to 1 to infinity Bn sin n pi x by L. അപ്പോൾ ഇതൊരു ഫൊറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. അപ്പോൾ ബി എൻ്റെ ഫോർമുല എന്തായിരിക്കും? 2/L ഇൻ്റഗ്രൽ 0 to L ut of h0 sin n pi x by L into dx. അപ്പോൾ 2/L into ഇൻ്റഗ്രൽ 0 to L 50x by L minus 25 sin n pi x by L into dx. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അപ്പോൾ 2/L into 50x by L minus 25 into minus cos n pi x by L divided by n pi by L between the limit 0 to L minus integral 0 to L 50/L into minus cos n pi x by L divided by n pi by L into dx. അപ്പോൾ 2/L into minus L by n pi into 25 into minus 1 the whole raised to n plus 25 plus 50/n pi into sin n pi x by L divided by n pi by L between the limits 0 to L. ഇപ്പോൾ 2/L into minus 25/L 25L divided by n pi into 1 plus minus 1 the whole raised to n. അപ്പോൾ minus 50/n pi into 1 plus minus 1 the whole raised to n. അപ്പോൾ Bn equal to 0 when n is odd. n is even ആണെങ്കിലോ ut of ht is equal to sigma n is equal to 2, 4, 6 etc. up to infinity minus 50/n pi into 2 into sin n pi x by L e raised to minus e square n square pi square by L square into t. ഇനി 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ എല്ലാം. ഇപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ n is equal to 2m. അപ്പോൾ സിഗ്മ m is equal to 1 to infinity minus 50/2m into pi 2 sin into 2m pi x by divided by L e raised to minus e square 4m square pi square by L square into t. അപ്പോൾ minus 50/pi into sigma m is equal to 1 to infinity sin 2m pi x by L e raised to minus 4 c square m square pi square by L square into t. u of ht is equal to 50x by L plus 25 minus 50/pi into sigma m is equal to 1 to infinity sin 2m pi x by L e raised to minus 4 into c square m square pi square by L square into t. Second question. Two ends A and B of a rod 20 cm long have the temperatures at 30 degrees Celsius and 80 degrees Celsius until steady state condition prevail. The temperatures of the ends then change to 40 degrees Celsius and 60 degrees Celsius respectively. Find the temperature distribution in the rod. ഇവിടെ ലെന്ത് 20 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഹീറ്റ് ഇക്വേഷൻ എഴുതുക. ഡോ യു ബൈ ഡോ ടി ഇസ് ഇക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എച്ച് സ്ക്വയർ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് യു ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ് ആണ്, നോട്ട് ഓൺ ടി. ഇപ്പോൾ ഡി സ്ക്വയർ യു ബൈ ഡി എച്ച് സ്ക്വയർ ഇക്വൽ ടു 0 യു ഈക്വൽ ടു എച്ച് പ്ലസ് ബി. അപ്പോൾ ഫസ്റ്റ് ടെമ്പറേച്ചർ യു ഈക്വൽ ടു 30 തന്നിട്ടുണ്ട്. സെക്കൻഡ് ടെമ്പറേച്ചർ യു ഈക്വൽ ടു 80 തന്നിട്ടുണ്ട്. പിന്നെ എച്ച് എസ് ഇക്വൽ ടു 0 യു ഈക്വൽ ടു 30. പിന്നെ എച്ച് എസ് ഇക്വൽ ടു എൽ ആണ്, ഇവിടെ ലെന്ത് 20 ആണ്, യു ഈക്വൽ ടു 80. അപ്പോൾ 30 ഈക്വൽ ടു ബി, 80 ഈക്വൽ ടു 20a പ്ലസ് 30. പി ഐ ഇസ് ഇക്വൽ ടു 5/2 u equal to 5/2 h plus b. u of h0 equal to 5/2 h plus 30. ഇനി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഏതൊക്കെയാണ്? u of 0t equal to 40, u of 20t is equal to 60. ഈ ബൗണ്ടറി വാല്യൂസ് രണ്ടും നോൺ സീറോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചറിനെ രണ്ട് പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. u of ht is equal to ush plus ut of ht. ush it is a steady state condition. Depends only on x and ut of xt എന്താണ്? it is a transient part of a solution. ഇപ്പോൾ d square us by dx square equal to 0. this implies ush is equal to ax plus b. us 0 എന്ന് പറയുന്ന 40 ആണ്, us 20 ആണെങ്കിൽ 60. അപ്പോൾ 40 equal to b and 60 equal to 20a plus 40, a equal to 1.
Pu Sx is equal to x plus 40. Put x is equal to 0 and x is equal to 20 in equation 7. Pu of 0t equal to us 0 plus ut of 0t. Ut of 0t is equal to u of 0t minus us 0. Equal to 40 minus 40 equal to 0. Ut of 20t is equal to u of 20t minus 2s20. 60 minus 60 is equal to 0. Ut of h0 equal to u of h0 minus ush. 5 by 2 h plus 30 minus h minus 40. 3 by 2 h minus 10. The heat equation solution എന്താണ്? ut of h is equal to c1 cos px plus c2 sin px into e raised to minus e square p square into t. For 0 equal to c1 e raised to minus e square p square into t. This implies c1 equal to 0. ut of ht is equal to c2 sin px into e raised to minus e square p square t. Second boundary condition apply ചെയ്യാം. 0 equal to sin px into sin p into l. L എന്തുവാണ് 20. e raised to minus e square p square into t. അപ്പോൾ sin 20p equal to 0. 20p equal to n pi. p equal to n pi by 20. ut of ht is equal to c2 sin n pi h by 20 e raised to minus e square n square pi square by 400 into t. ut of ht is equal to bn into sin n pi h by 20 e raised to minus e square n square pi square by 400 into t. Sigma n is equal to 1 to infinity bn sin n pi h by 20 e raised to minus e square n square pi square by 400 into t. Put t equal to 0. ut of h0 equal to sigma n is equal to 1 to infinity bn sin n pi h by 20. bn equal to 2 by 20 integral 0 to 20 ut of h0 sin n pi h by 20 into dx. 1 by 10 into integral 0 to 20 3 by 2 x minus 10 into sin n pi h by 20 into dx. 1 by 10 into 3 by 2 x minus 10 into minus cos n pi h by 20 divided by n pi by 20 between the limits 0 to 20 minus integral 0 to 20 3 by 2 into minus cos n pi h by 20 divided by n pi by 20 into dx. 1 by 10 into minus 20 by n pi into 20 into minus 1 the whole raised to n plus 10 plus 30 by n pi into sin n pi h by 20 divided by n pi by 20 between the limits 0 to 20. 1 by 10 into minus 20 by n pi into 10 into 1 plus 2 into minus 1 the whole raised to n. So minus 20 by n pi into 1 plus 2 into minus 1 the whole raised to n. ut of ht is equal to sigma n is equal to 1 to infinity minus 20 by n pi into 1 plus 2 into minus 1 the whole raised to n sin n pi h by 20 e raised to minus e square n square pi square by 400 into t. u of ht is equal to h plus 40 minus 20 by pi into sigma n is equal to 1 to infinity 1 plus 2 into minus 1 the whole raised to n by n sin n pi h by 20 e raised to minus e square n square pi square by 400 into t.